എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ വീക്കിലി പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. 2025 കലണ്ടർ ഇയർ എൻഡ് ചെയ്യാണ് അടുത്ത ബുധനാഴ്ച. ഞാൻ എന്തുകൊണ്ടാണ് കലണ്ടർ ഇയർ എന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞതിന് കാരണം, ഇന്ത്യയിലെ ഫൈനാൻഷ്യൽ ഇയർ ഏപ്രിൽ മുതൽ മാർച്ച് വരെയാണ്. അതുപോലെ തന്നെ UK അങ്ങനെ തന്നെയാണ്. പക്ഷേ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും ഫൈനാൻഷ്യൽ ഇയർ കലണ്ടർ ഇയറാണ്. അതുകൊണ്ടാണ് ഞാൻ കലണ്ടർ ഇയർ എന്ന് പറഞ്ഞത്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് പെർഫോമൻസ് നമ്മളൊന്ന് വിലയിരുത്തുമ്പോൾ കലണ്ടർ ഇയറിലായിരിക്കും നമ്മൾ വിലയിരുത്താൻ പോകുന്നത്. നമ്മൾ 2025 സ്റ്റോക്ക് മാർക്കറ്റുകളുടെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള സൗത്ത് കൊറിയൻ മാർക്കറ്റാണ്. കോസ്പി ഇൻഡെക്സ് 71.73% നേട്ടം കൊയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇസ്രായേലി സ്റ്റോക്ക് മാർക്കറ്റ് 51.42%, സൗത്ത് ആഫ്രിക്കൻ മാർക്കറ്റ് 44%, ഹോങ്കോങ് മാർക്കറ്റ് 28.51%, ജാപ്പനീസ് മാർക്കറ്റ് 27%, ചൈനീസ് മാർക്കറ്റ് അറൗണ്ട് 17%. അതോടൊപ്പം US മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ US ഡൗ ജോൺസ് ഇൻഡെക്സ് 13.3%, S&P 500 18.5%, നാസ്ഡാക്ക് അറൗണ്ട് 20%, റസൽ 2000 ഇൻഡെക്സ് സ്മോൾ ക്യാപ് ഇൻഡെക്സ് അറൗണ്ട് 13%. ഇനി യൂറോപ്പിൽ നോക്കുകയാണെങ്കിൽ ഒരു മിക്സഡ് സെൻറ്റിമെൻ്റ് ആണ്. ജർമ്മൻ ഡാക്സ് അറൗണ്ട് 22%. ഇങ്ങനെയാണ് ഗ്ലോബലി സ്റ്റോക്ക് മാർക്കറ്റുകളുടെ പെർഫോമൻസ് 2025 കലണ്ടർ ഇയറിൽ. അതോടൊപ്പം തന്നെ നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് നോക്കുകയാണെങ്കിൽ ടെക്നോളജി സ്റ്റോക്കുകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ നേട്ടം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയം ഏറ്റവും കൂടുതൽ വോളാറ്റിലിറ്റിയും കാണിച്ചിട്ടുള്ള ടെക്നോളജി സ്റ്റോക്കുകളാണ്. ടെസ്ല പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തു. അതുപോലെ തന്നെ ആൽഫബറ്റ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തു. ആപ്പിൾ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തു. മൈക്രോസോഫ്റ്റ് റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തതിന് ശേഷം താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഒപ്പം ചിപ്പ് മേക്കിംഗ് കമ്പനികളുണ്ട്, ബ്രോഡ്കോം, മൈക്രോൺ, ഈ കമ്പനികളൊക്കെ 2025 റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തു. ഈവൻ ഫ്രൈഡേ പോലും മൈക്രോൺ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2026 ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സെൻറ്റിമെൻറ്റ് തന്നെയാണ് ടെക്നോളജി സ്റ്റോക്കുകളിൽ കാണുന്നത്. എന്നിരുന്നാലും ചൈനയിൽ നിന്നുള്ള കോമ്പറ്റീഷൻ US ടെക് ജയന്റുകളായ NVIDIയയിലും അതുപോലെ തന്നെ മറ്റു പല കമ്പനികളിലൊക്കെ ചെറിയ നെഗറ്റീവ് ഇമ്പാക്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചൈനീസ് ചിപ്പ് കമ്പനികളുടെ ചിപ്പുകൾ തന്നെയാണ് ചൈനീസ് കമ്പനികൾ ഇപ്പോൾ AIയിലൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും NVIDIയനെ സംബന്ധിച്ച് നെഗറ്റീവ് ന്യൂസ് തന്നെയാണ്. എന്നിരുന്നാലും ക്യാഷ് പൊസിഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ NVIDIയ ഒരു ജയൻ്റ് ആണ്. പക്ഷെ പെർഫോമൻസ് വൈസ് ഒരു പക്ഷേ 2026 ചൈനീസ് കമ്പനികളായിരിക്കാം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ചിപ്പ് മേക്കിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് രംഗത്തുള്ള കമ്പനികളുണ്ട്. ഹോങ്കോങ്ങിലുണ്ട്, അതുപോലെ തന്നെ സൗത്ത് കൊറിയയിലുണ്ട്, ജപ്പാനിലുണ്ട്. ഈ കമ്പനികളും നല്ല രീതിയിൽ 2026 പെർഫോം ചെയ്യും എന്നുള്ള എക്സ്പെക്റ്റേഷനാണുള്ളത്. ഓവറോൾ 2026 എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് നല്ല ഒരു മാർക്കറ്റുകൾ തന്നെയാണ്. പ്രത്യേകിച്ച് അമേരിക്കയിൽ, ഒപ്പം ഇന്ത്യയിലെ 2025 കലണ്ടർ ഇയർ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ നിഫ്റ്റി അറൗണ്ട് 10.3% നേട്ടം രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അതേസമയം സെൻസെക്സ് അറൗണ്ട് 8.4% നേട്ടം രേഖപ്പെടുത്തിയിട്ടുള്ളത്. കമ്പാരിറ്റീവ്ലി നമ്മുടെ പെർഫോമൻസ് താഴെയാണ്. എമർജിംഗ് മാർക്കറ്റുകളിൽ വെച്ച് നോക്കുകയാണെങ്കിലും ഒരു അണ്ടർ പെർഫോമിംഗ് മാർക്കറ്റാണ് ഇന്ത്യൻ മാർക്കറ്റ്. പക്ഷേ 2026 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന നമ്മുടെ മാർക്കറ്റ് നല്ല രീതിയിൽ ഔട്ട് പെർഫോം ചെയ്യുന്നുള്ളൊരു കാര്യമാണ്. നിഫ്റ്റിയും സെൻസസും യഥാക്രമം 30,000 1 ലക്ഷം ക്രോസ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇനി നമ്മൾ 2025 കലണ്ടർ ഇയറിൽ ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ളത് സ്റ്റോക്ക് മാർക്കറ്റിനേക്കാളൊക്കെ ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള കമോഡിറ്റികളാണ്. പ്രത്യേകിച്ച് സിൽവർ 170% നേട്ടം രേഖപ്പെടുത്തിയിട്ടുള്ളത്. കലണ്ടർ ഇയർ വെച്ച് നോക്കുമ്പോൾ ഗോൾഡ് 73% ഉണ്ട്. അതുപോലെ തന്നെ പ്ലാറ്റിനം 166% ഉണ്ട്. പലേഡിയം 124% ഉണ്ട്. കോപ്പർ 42% ഉണ്ട്. അലുമിനിയം 15% ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കമോഡിറ്റികളുടെ കാലം തന്നെയായിരുന്നു കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട്. 2026 ഗോൾഡും സിൽവറും കോപ്പറും ഒക്കെ നല്ല രീതിയിൽ മുന്നേറും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. അതേസമയം ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു ഡൗൺവേർഡ് ട്രെൻഡാണ്.
വീണ്ടും വലിയ രീതിയിൽ 2026 ബ്രന്റ് ക്രൂഡ് ഓയിൽ താഴെ പോകും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനാണുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് താഴെ വരുന്നത് നമ്മളെ സംബന്ധിച്ചൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് നൽകാൻ പോകുന്നത്. അതേസമയം നമ്മുടെ കറൻസി 2025 കലണ്ടർ ഇയറിൽ ഒരു വേഴ്സ്റ്റ് പെർഫോമർ തന്നെയാണ്. റെക്കോർഡ് ലോ ഹിറ്റ് ചെയ്തതിന് ശേഷം $ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് റിക്കവറി മോഡിലാണ് നമ്മുടെ കറൻസി. 2026 വീണ്ടും വലിയ രീതിയിലുള്ള നെഗറ്റീവ് ന്യൂസ് ഫ്ലോസ് ഒക്കെ വരികയാണെങ്കിൽ, ഔട്ട്ഫ്ലോസ് ഫോറിൻ പോർട്ട്ഫോളിയോ സെല്ലിംഗ് ഒക്കെ വരികയാണെങ്കിൽ വീണ്ടും ഒരുപക്ഷെ കറൻസി താഴെ പോയേക്കാം, 94-95 ലെവലിലേക്കൊക്കെ വന്നേക്കാം. പക്ഷേ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന 2026 നല്ല ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻഫ്ലോ ഉണ്ടാവും എന്നുള്ള എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് താഴെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ കണ്ടേക്കാം. എന്നിരുന്നാലും നമുക്ക് റുപ്പിയുടെ കാര്യത്തിൽ ഒരു വളാറ്റിലിറ്റി ഒക്കെ 2026 എക്സ്പെക്ട് ചെയ്യാം. ഇനി ഏറ്റവും സൂപ്പർലേറ്റീവ് പെർഫോമൻസ് കാഴ്ചവെച്ചുള്ള സിൽവറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, സിൽവറിനെ സംബന്ധിച്ച് നല്ല ഡാറ്റ ന്യൂസ് ഫ്ലോസ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പല പോഡ്കാസ്റ്റുകളിലും മുമ്പ് ഇൻവെസ്റ്റേഴ്സിന് സജസ്റ്റ് ചെയ്തിട്ടുള്ള കമ്മോഡിറ്റിയാണ്. റീസൺസ് അടക്കം സജസ്റ്റ് ചെയ്തിരുന്നു. എന്നിരുന്നാലും ഈ റീസൺസ് ഒരു പ്രാവശ്യം കൂടി ഞാൻ ഇൻവെസ്റ്റേഴ്സിനോട് പറയുകയാണ്. ഒന്ന്, 7ാമത്തെ വർഷമാണ് സിൽവർ സപ്ലൈ ഡെഫിസിറ്റിൽ ഓടാൻ പോകുന്നത്. ഡിമാൻഡ് കൂടുതലാണ്, സപ്ലൈ കുറവാണ്. അടുത്ത 15 വർഷത്തേക്ക് ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ ആയിരിക്കുന്നതാണ് പറയുന്നത്. ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് സോളാർ റിലേറ്റഡ് റിന്യൂവബിൾ എനർജി രംഗത്തുള്ള ഡിമാൻഡ് വലിയ രീതിയിലാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇൻഡസ്ട്രിയൽ ഡിമാൻഡിൻ്റെ 60% റിന്യൂവബിൾ എനർജി സെക്ടറിൽ നിന്നുള്ള ഡിമാൻഡാണ്. അതോടൊപ്പം സെക്കൻഡ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് US ക്രിട്ടിക്കൽ മിനറൽ ലിസ്റ്റിലേക്ക് സിൽവറിനെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് നവംബർ മുതൽ. അത് വളരെ പോസിറ്റീവായിട്ട് ന്യൂസാണ്. അതോടൊപ്പം തന്നെ ചൈന ജനുവരി മുതൽ 2026 ജനുവരി മുതൽ സിൽവർ എക്സ്പോർട്ട് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യാൻ പോവുകയാണ്. അതും വളരെ പോസിറ്റീവായിട്ട് ന്യൂസാണ്. ഇന്ത്യയാണ് ഏറ്റവും വലിയ കസ്റ്റമർ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന സിൽവർ. ജ്വല്ലറി ആയാലും അതുപോലെ തന്നെ സിൽവർ വെയേഴ്സ് ആയി കഴിഞ്ഞാലും സിൽവർ കോയിൻസ് ആയിക്കഴിഞ്ഞാൽ ഇന്ത്യക്കാരാണ് ഏറ്റവും കൂടുതൽ ബൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് സിൽവർ. ഒപ്പം ഏപ്രിൽ 2026 മുതൽ ഇന്ത്യയിൽ സിൽവർ പ്ലഡ്ജ് ചെയ്തുകൊണ്ട് ലോൺ അവൈൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊരു ഗെയിം ചേഞ്ചറാണ് സിൽവറിനെ സംബന്ധിച്ച്. നമ്മൾ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഇൻവെസ്റ്റേഴ്സിനെ സജസ്റ്റ് ചെയ്തിരുന്നിട്ടുള്ള ഒരു കമ്മോഡിറ്റിയാണ് സിൽവർ. ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ പിൻബലത്തിലാണ് നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ ഗോൾഡ് സിൽവർ റേഷ്യോ ഒരു 100 വരെ എത്തിയിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയിലത്തെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ലോങ് ടൈം ആവറേജിലേക്ക് വന്നിരിക്കുകയാണ്. ലോങ് ടേം ആവറേജ് 55-60 കഴിഞ്ഞ വെള്ളിയാഴ്ചയിലത്തെ സിൽവറിൻ്റെ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ 57 എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച സിൽവർ റെക്കോർഡ് ഹൈ ആണ് ഹിറ്റ് ചെയ്തത്. കഴിഞ്ഞ ആഴ്ചയിൽ സിൽവർ മാത്രം 18.14% ഗെയിൻ നേടിയിട്ടുണ്ട്. സ്പോട്ട് സിൽവർ കഴിഞ്ഞ വെള്ളിയാഴ്ച ഹിറ്റ് ചെയ്ത് $79.43 പെർ ഔൺസ് ആണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. $79.27 പെർ ഔൺസിനാണ് സ്പോട്ട് സിൽവർ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ചയിൽ മിക്കവാറും $80 പെർ ഔൺസ് ക്രോസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ഗോൾഡ് $4550.8 പെർ ഔൺസ് ആണ് കഴിഞ്ഞ ആഴ്ച ഹിറ്റ് ചെയ്തിട്ടുള്ള റെക്കോർഡ് ഹൈ. ക്ലോസ് ചെയ്തിരിക്കുന്നത് $4533 പെർ ഔൺസ് ആണ്. അതോടൊപ്പം തന്നെ കോപ്പറും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ കോപ്പറും നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളാണ്. ഡാറ്റാ സെൻറ്റർ ബിസിനസ് വലിയ രീതിയിലാണ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള കമ്മോഡിറ്റികളിൽ ഒന്നുകൂടിയാണ് കോപ്പർ. 2026, 27, 28 കാലഘട്ടത്തിലൊക്കെ നല്ല രീതിയിൽ കോപ്പർ മുന്നേറാനുള്ള സാധ്യതകളാണ്. അലുമിനിയം കോപ്പറിനെ പിന്തുടർന്നുകൊണ്ട് നല്ല രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. ഇതൊക്കെയാണ് കമ്മോഡിറ്റി സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് 2025 റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് എല്ലാം. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ റെക്കോർഡ് IPO കളക്ഷൻ ഉണ്ടായൊരു ഇയറാണ് 2025 കലണ്ടർ ഇയർ. നല്ല രീതിയിലുള്ള ഇൻഫ്ലോസ് ആണ്. SMEയുടെ ഒരു ആക്ടിവിറ്റിയൊക്കെ കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ റീസെൻ്റായിട്ട് XME ആക്ടിവിറ്റിയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഇൻവെസ്റ്റേഴ്സിന് സജസ്റ്റ് ചെയ്തിരുന്ന SME IPOs ധാരാ റെയിൽ 111.9 ടൈംസ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുമ്പോൾ ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. നാൻഡ ടെക് 6.43 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോളോ ടെക്നോ ഇൻഡസ്ട്രീസ് 50.63 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഓവർ
സബ്സ്ക്രിപ്ഷൻ സൂചിപ്പിക്കുന്നത് മോഡറേറ്റ് ടു ബെറ്റർ ലിസ്റ്റിംഗ് ഗെയിൻ ആണ് ഈ സ്റ്റോക്കുകൾക്കെല്ലാം തന്നെ. അതോടൊപ്പം ഈ ആഴ്ചയിൽ SMEയിൽ ഒരു IPO കൂടി ആരംഭിക്കുന്നുണ്ട്. ഡിസംബർ 31 ആരംഭിച്ച് ജനുവരി 2 ക്ലോസ് ചെയ്യുന്നത്. മോഡേൺ ഡയഗ്നോസ്റ്റിക് ആൻഡ് റിസർച്ച് സെൻറ്റർ ലിമിറ്റഡ് ആണ്. പാത്തോളജി രംഗത്തുള്ളൊരു കമ്പനിയാണ്. ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ലിസ്റ്റിംഗ് കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ്. 1600 ലോട്ട്, 2 ലോട്ട് അപ്ലൈ ചെയ്യണം. അതായത് 3200 ഷെയറിന് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് അപ്ലൈ ചെയ്യണം. 90 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. തീർച്ചയായിട്ടും ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ് മോഡേൺ ഡയഗ്നോസ്റ്റിക് ആൻഡ് റിസർച്ച് സെൻറ്റർ ലിമിറ്റഡ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്ന NSE SME IPO സെക്കൻഡ് ഡേ ആണ് നാളെ. E2E ട്രാൻസ്പോർട്ടേഷൻ ലിമിറ്റഡ് ആണ്. ഈ കമ്പനി ആദ്യത്തെ ദിവസം ഓവർ സബ്സ്ക്രിപ്ഷൻ നേടിയിരിക്കുന്നത് 7.94 ടൈംസ് ആണ്. നല്ല രീതിയിലുള്ള ഓവർ സബ്സ്ക്രിപ്ഷൻ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു SME IPO ആണ്. NSE SME IPO ആണ് E2E ട്രാൻസ്പോർട്ടേഷൻ ലിമിറ്റഡ്. ഈ IPOയിലും SME IPOയിൽ റിസ്ക് എടുത്ത് അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന ഒരു IPO ആണ്. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ജോൺ കോക്കറിൽ ഇന്ത്യയിലത്തെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റർ രമേഷ് ദമാനി ജോൺ കോക്കറിൽ അക്വയർ ചെയ്തിട്ടുണ്ട് 13 കോടി രൂപയ്ക്ക് കഴിഞ്ഞ ആഴ്ചയിൽ. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഡിഫൻസ് രംഗത്തുള്ളൊരു കമ്പനിയാണ്. സ്റ്റീൽ സെക്ടർ റിലേറ്റഡ് എക്യുപ്മെൻറ്റുകൾ കൊടുക്കുന്നൊരു കമ്പനിയാണ്. പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഈ കമ്പനീനെ സംബന്ധിച്ച് വന്നുകൊണ്ടിരുന്നതും. ബെൽജിയം റിലേറ്റഡ് ഒരു കമ്പനിയാണ്. ബെൽജിയം MNC ആണ്. നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയുള്ളൊരു കമ്പനിയാണ് ജോൺ കോക്കറിൽ. കൊഫോർജ് ലിമിറ്റഡ് റീസെൻ്റായിട്ട് ധാരാളം ന്യൂസ് സോഴ്സ് പോസിറ്റീവൊക്കെ ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഒരു അക്വിസിഷനാണ്, US അക്വിസിഷനാണ്. $2.35 ബില്യൺ ഒരു അക്വിസിഷനാണ്. AI കേപ്പബിലിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതോടൊപ്പം തന്നെ അമേരിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും AI സർവീസസ് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ഇൻറ്റൻഷൻ്റെ ഭാഗമായിട്ടാണ് ഈ അക്വിസിഷൻ. വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു അക്വിസിഷനാണ്. ഫൈനാൻഷ്യൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ കൊഫോർജിനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ബഡ്ജറ്റ് വരികയാണ്. ഫെബ്രുവരി 1 യൂണിയൻ ബഡ്ജറ്റിന് റെയിൽവേയിൽ വലിയ രീതിയിലുള്ള അലോക്കേഷൻ വരുമെന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് സേഫ്റ്റി മെഷേഴ്സിന് വേണ്ടി 1.3 ലക്ഷം കോടി രൂപയുടെ നീക്കിയിരിപ്പുണ്ടാവുമെന്നാണ് പറയുന്നത്. കവച് ഇംപ്ലിമെൻറ്റേഷൻ നോക്കുകയാണെങ്കിൽ 2025 വളരെ സ്ലോ ആണ്. പക്ഷേ 2026-27 കാലഘട്ടത്തിൽ വളരെ അഗ്രസീവായിട്ട് എക്സ്പാൻഷൻ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കവച് രംഗത്തുള്ള കമ്പനികളുണ്ട്. HBL എഞ്ചിനീയറിംഗ്, കെർണസ് മൈക്രോ സിസ്റ്റം, കോൺകോഡ് കൺട്രോൾ ലിമിറ്റഡ്. അതുപോലെ തന്നെ റീസെൻ്റായിട്ട് കവച് സെഗ്മെൻറ്റിലേക്ക് എൻ്റർ ചെയ്തിട്ടുള്ള കമ്പനിയാണ് ടാറ്റ എലക്സി ലിമിറ്റഡ്. വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന ഒരു ടാറ്റ ഗ്രൂപ്പ് കമ്പനിയാണ്. ഈ എൻട്രി തീർച്ചയായിട്ടും വളരെ പോസിറ്റീവാണ്. ഒരു കോമ്പറ്റീഷൻ വരികയാണ്. അപ്പോൾ ടാറ്റ എലക്സി സ്റ്റോക്ക് ഒന്ന് 2026 വാച്ച് ചെയ്യുന്ന നന്നായിരിക്കും. നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കാണ്. ഷിപ്പിംഗ് പോളിസി ഗവൺമെൻറ് ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഷിപ്പ് മാനുഫാക്ചറിങ് കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് 2026, 27, 28, 2030 വരെയൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മുടെ ഷിപ്പ് ബിൽഡിംഗ് കമ്പനികൾ ഇതുവരെ ആർമിക്ക് അല്ലെങ്കിൽ ഡിഫൻസിന് വേണ്ടിയാണ് ഷിപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും പുതിയ പോളിസി പ്രകാരം കമേഴ്സ്യൽ ഷിപ്പ് ബിൽഡിങ്ങിലേക്ക് കൂടി കടക്കുകയാണ്. അപ്പോൾ കൊച്ചിൻ ഷിപ്പ് യാർഡ്, അതുപോലെ തന്നെ GRSE, മസഗൺ ഡോക്ക്, സ്വാൻ ഡിഫൻസ്, അതോടൊപ്പം തന്നെ ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റംസ് അഗ്രസീവായിട്ട് റെയിൽവേ സെഗ്മെൻറ്റിലുള്ളൊരു കമ്പനിയാണ്. ഇവർക്കൊരു ഷിപ്പിംഗ് ഡിവിഷൻ ഉണ്ട്. അത് വലിയ രീതിയിലുള്ള എക്സ്പാൻഷനാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ റെയിൽവേ എക്സ്പാൻഷനിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് കിട്ടുന്നൊരു കമ്പനിയും കൂടിയാണ് ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റം. അവരുടെ ഷിപ്പ് ബിൽഡിംഗ് സെഗ്മെൻറ്റിൽ നല്ല രീതിയിലുള്ള റവന്യൂ വരാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം റെയിൽവേ സെഗ്മെൻറ്റിലുള്ള ജൂപ്പിറ്റർ വാഗൻസ് നല്ല രീതിയിൽ താഴെ വന്നിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല രീതിയിൽ മുന്നേറ്റം കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ BEML ബുള്ളറ്റ് ട്രെയിൻ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്ന BEML ആണ്. അതോടൊപ്പം ഡിഫൻസ് റിലേറ്റഡ് PSUം കൂടിയാണ് BEML. ഈ സ്റ്റോക്കുകളൊക്കെ 2026 വീണ്ടും ഔട്ട് പെർഫോം ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച സോളാർ വേൾഡ് എനർജി സൊല്യൂഷൻസ് ലിമിറ്റഡ് സെപ്റ്റംബറിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. 5 രൂപയാണ് ഫേസ് വാല്യൂ. അവരുടെ ഓർഡർ ബുക്ക് കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുമ്പോൾ 1700.55 കോടി രൂപ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിൽ 2-3 വലിയ ഓർഡേഴ്സ് ബാഗ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ ഓർഡർ ബുക്ക് നിൽക്കുന്ന 4754.73 കോടി രൂപയുടെ ഓർഡറാണ്. ഹ്യൂജ് ഇൻക്രീസ് ആണ് വന്നിരിക്കുന്നത്. ലോങ് റണ്ണിലേക്ക്
ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന സോളാർ EPC രംഗത്തുള്ള ഒരു കമ്പനിയാണ് സോളാർ വേൾഡ് എനർജി സൊല്യൂഷൻസ് ലിമിറ്റഡ്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ധാരാളം റിഫോം മെഷേഴ്സ് ന്യൂക്ലിയർ പവർ റിലേറ്റഡ് രംഗത്തൊക്കെ അനൗൺസ് ചെയ്തിരുന്നു. ശാന്തി ബിൽ 2025 ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ഇതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് പോസിറ്റീവ്ലി കിട്ടാൻ പോകുന്നത് ആ റിലേറ്റഡ് സെക്ടറിലുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ചാണ്. അപ്പോൾ ഈ സെക്ടറിൽ നിന്നുള്ളൊരു സ്റ്റോക്കാണ് ISGEC ഹെവി എഞ്ചിനീയറിംഗ് ലിമിറ്റഡ്. ധാരാളം ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകളും ഈ കമ്പനി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട്. ലോങ് റണ്ണിൽ ന്യൂക്ലിയർ റിലേറ്റഡ് ഓർഡേഴ്സ് കിട്ടുമ്പോൾ ഈ കമ്പനിക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ലോങ് റണ്ണിൽ ഈ കമ്പനി മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. ഓൾറെഡി ഈ ന്യൂസിൻ്റെ ഇമ്പാക്റ്റിൽ ചെറിയ അപ്രീസിയേഷനൊക്കെ ഈ സ്റ്റോക്ക് പ്രൈസിലൊക്കെ വന്നിട്ടുണ്ട്. എന്നിരുന്നാലും മാർക്കറ്റ് റിയാക്ഷനിൽ ISGEC ഹെവി എഞ്ചിനീയറിംഗ് ലോങ് റണ്ണിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. അതോടൊപ്പം തന്നെ ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് രംഗത്ത് ഒരു ഡൈവേഴ്സിഫൈഡ് കോൺഗ്ലോമറേറ്റ് ഉണ്ട് ആംബർ എൻ്റർപ്രൈസസ്. നമ്മൾ വാല്യുവേഷൻ പാരാമീറ്റേഴ്സൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി വളരെ ലോയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ലോങ് റണ്ണിൽ നല്ല അപ്രീസിയേഷൻ ലഭിക്കാൻ സാധ്യതയുള്ളൊരു കമ്പനിയാണ് ആംബർ എൻ്റർപ്രൈസസ്. ഇനി നമ്മൾ ഓവറോൾ അടുത്ത ആഴ്ചകളിലേക്ക് അല്ലെങ്കിൽ അടുത്ത 2026 ഒരു എക്സ്പെക്റ്റേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ നമ്മുടെ ബാങ്കിങ് ഫൈനാൻഷ്യൽ രംഗത്തുള്ള സ്റ്റോക്കുകളുണ്ട്. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തുള്ള സ്റ്റോക്കുകളുണ്ട്. IT റിലേറ്റഡ് സ്റ്റോക്കുകൾ 2025 അണ്ടർ പെർഫോമർ ആയിരുന്നു. 2026 നമ്മുടെ IT കമ്പനികൾ ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല AI സൊല്യൂഷൻ സർവീസസ് കൊടുക്കുന്ന കമ്പനികളായിട്ട് മാറും എന്നുള്ള എക്സ്പെക്റ്റേഷനാണ് എനിക്കുള്ളത്. കാരണം AI ടൂളുകൾ ഉണ്ടാക്കാനൊന്നും തന്നെ നമ്മുടെ കമ്പനികൾ വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നില്ല. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഇപ്പോഴാണ് അറിയുന്നത്. കാരണം മറ്റ് രാജ്യങ്ങളിലെ ടെക് ജയൻറ്റുകളൊക്കെ വലിയ രീതിയിൽ R&D സ്പെൻഡ് ചെയ്തപ്പോൾ ഇന്ത്യക്കാർ അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനികൾ ഈ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് സൊല്യൂഷൻസും സർവീസസും കൊടുക്കുന്ന ഒരു സർവീസ് കാറ്റഗറിയിലേക്കാണ് എൻട്രി ചെയ്തിരുന്നത്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ലഭിക്കാൻ പോകുന്നത്. TCS തന്നെ അവരുടെ AI റിലേറ്റഡ് റവന്യൂവിൻ്റെ ഒരു ക്വാണ്ടം എത്രയായിരിക്കും എന്നുള്ള കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും IT രംഗത്തുള്ള TCS, ഇൻഫോസിസ്, അതുപോലെ തന്നെ കോഫോർജ്, HCL ടെക്, L&T, മൈൻഡർ ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ചൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷനാണ് 2026 അപ്പോൾ മാർക്കറ്റ് താഴെ വരുമ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഇൻവെസ്റ്റ്മെൻറ്റിന് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ടാറ്റ ടെക്നോളജീസ് IPOയ്ക്ക് ശേഷം വളരെ താഴെയായിരുന്നു. ഈ സ്റ്റോക്കിൻ്റെയും ഒരു അപ്വേർഡ് മൊമെൻറ്റം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ IT റിലേറ്റഡ് സ്റ്റോക്കുകളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷനാണ് ഉള്ളത്. ഇനി നമ്മളെ സംബന്ധിച്ച് ഓവറോൾ നോക്കുകയാണെങ്കിൽ ധാരാളം പോസിറ്റീവ് ന്യൂസിലൊക്കെ മാർക്കറ്റിൽ ഓൾറെഡി ഡിസ്കൗണ്ടഡ് ആണ്. നമ്മുടെ കഴിഞ്ഞ ബഡ്ജറ്റിൽ IT എക്സംഷൻ ലിമിറ്റ് കൂട്ടിയിരുന്നു. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഈ വർഷം അടുത്ത വർഷങ്ങളിലൊക്കെ മാർക്കറ്റിലുണ്ടാവും. GST റിഡക്ഷൻ, റേറ്റ് റിഡക്ഷൻ്റെ ഒരു ഇമ്പാക്റ്റ് അടുത്ത മാസങ്ങളിലും അടുത്ത വർഷമൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ FDI ഇൻഷുറൻസ് സെഗ്മെൻറ്റിൽ FDI റിഫോം അനൗൺസ് ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ധാരാളം റിഫോം മെഷേഴ്സ് ഗവൺമെൻറ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി 1 വരുന്ന ബഡ്ജറ്റിൽ വീണ്ടും ധാരാളം റിഫോം മെഷേഴ്സ് ഉണ്ടാവും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ഇങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും 2026 നമ്മളെ സംബന്ധിച്ച് ഇന്ത്യയിലെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ 2025 കലണ്ടർ ഇയറിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 60% സ്റ്റോക്കുകളും ഹൈയിൽ നിന്ന് താഴെയാണ്, അണ്ടർ പെർഫോമൻസ് ആണ്. പക്ഷേ 2026 ഈ അണ്ടർ പെർഫോമൻസ് ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ മാർക്കറ്റും നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ ഓവറോൾ നമ്മളെ സംബന്ധിച്ച് 2026 വളരെ പോസിറ്റീവ് ആയിരിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. അത്തരത്തിലുള്ള ഒരു എക്സ്പെക്റ്റേഷൻ തന്നെയാണ് ഗ്ലോബലി എല്ലാ ഫണ്ട് മാനേജേഴ്സും വെച്ച് പുലർത്തുന്നത്. കഴിഞ്ഞ അതായത് 2025 അണ്ടർ പെർഫോമൻസ് നമ്മൾ 2026 ഓവർകം ചെയ്യും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണുള്ളത്. ഇനി നമ്മുടെ മാർക്കറ്റിൻ്റെ ഓവറോൾ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നമ്മുടെ മാർക്കറ്റിന് ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത്, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും കൂടിയിട്ട്. ഒപ്പം നമ്മുടെ DP അക്കൗണ്ടുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ നവംബർ എൻഡ് ചെയ്യുമ്പോൾ 21.28 കോടി രൂപ, 15% കലണ്ടർ ഇയർ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 2026 ഇത്തരത്തിലുള്ള അഡീഷൻ തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് കോഡ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റും മാർക്കറ്റിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള DP അക്കൗണ്ടുകൾ കൂടുക, നമ്മുടെ ആക്ടിവിറ്റീസ് കൂടുമ്പോൾ തീർച്ചയായിട്ടും പോസിറ്റീവ് ഇമ്പാക്റ്റ് ലഭിക്കാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ CDSL, അതുപോലെ തന്നെ NSE
സ്റ്റീൽ, BSC, അതുപോലെ തന്നെ ഈ AMCX. ഒപ്പം ഒരുപക്ഷെ ഈ വർഷം, അതായത് 2026 ഏറ്റവും കൂടുതൽ ഔട്ട് പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കാൻ സാധ്യതയുള്ള പല സ്റ്റോക്കുകളുണ്ട്. ഇനി ലിസ്റ്റ് ചെയ്യാൻ വരുന്ന NSEയിൽ ഒരുപക്ഷെ നല്ല രീതിയിലുള്ള ആക്ഷനൊക്കെ ലിസ്റ്റിങ്ങിന് ശേഷം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. NSE ലിസ്റ്റിങ്ങും നമുക്ക് 2026 എക്സ്പെക്റ്റ് ചെയ്യാം. ധാരാളം വലിയ IPOസും 2026 എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ 2026 ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷനാണ് എനിക്കുള്ളത്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന നേരത്തെ സൂചിപ്പിച്ച പോലെ നിഫ്റ്റി 30,000 ക്രോസ് ചെയ്തേക്കാം, സെൻസെക്സ് 1,00,000 ക്രോസ് ചെയ്തേക്കാം. അപ്പോൾ ഓവറോൾ ഈ ആഴ്ച നമ്മളെ സംബന്ധിച്ച് ബെറ്റർ ഡേയ്സ് തന്നെയാണ് ഈ ആഴ്ച നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ജാനുവരി 1 പല മാർക്കറ്റുകൾക്കും, ഇൻ്റർനാഷണൽ മാർക്കറ്റുകൾക്കും അവധിയാണ്. നമ്മളെ സംബന്ധിച്ച് ജാനുവരി 1 അവധിയില്ല, 5 ദിവസം ട്രേഡിംഗ് ഉണ്ടാവും. നല്ല എക്സ്പെക്റ്റേഷനാണ് ഈ ആഴ്ചയുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്കിലി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.